നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ അനന്തൻകാട് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. വളരെ ചെറിയ ഒരു റിവ്യൂ ആയിട്ട് തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സിനിമ ഒരു ഹീറോ ബേസ് ചെയ്ത് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ നല്ല ഒരു സിനിമ കാണണം, നല്ലൊരു ആക്ഷൻ സിനിമ കാണണം, നല്ല ഒരു കഥയുള്ള സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഒട്ടും നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് പറയുമ്പോൾ പോലും ഈ ഒരു ഘടകം, അതായത് ഹീറോ ഓറിയന്റഡ് സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലുള്ള സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഈ സിനിമയിൽ കുറച്ചധികം ആളുകളുണ്ട്. മുരളിഗോപിയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റു സിനിമകളെ പോലെ തന്നെ വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കഥ പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. വലിയ സ്കെയിലിൽ കഥ പറയുന്ന സിനിമയാണ്. തിരുവനന്തപുരം സിറ്റിയുടെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ ശ്രീലങ്കയിലെയും തമിഴ് പുലികളുടെയും എല്ലാം തന്നെ കഥ കടന്നു വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. ഇതിനകത്ത് ആര്യ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ആര്യയോടൊപ്പം തന്നെ മുരളി ഗോപിക്കും അതുപോലെ തന്നെ ഇന്ദ്രൻസിനും അപ്പാനി ശരത്തിനും എല്ലാവർക്കും തന്നെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കെല്ലാം തന്നെ അവരവരുടേതായിട്ടുള്ള റോളുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കും ഓരോ ലൈഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹീറോ ഇല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് മാസ് എലമെന്റ്സിനൊന്നും ഒട്ടും തന്നെ കുറവില്ല. ആക്ഷൻ സീക്വൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആക്ഷൻ ഗംഭീരമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇപ്പൊ മുരളി ഗോപിയുടെ ആക്ഷൻ കാണിക്കുന്ന സമയത്തായാലും ആര്യയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിനകത്ത് ആക്ഷൻ രംഗങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആക്ഷൻസ് എല്ലാം തന്നെ വളരെ പൊടിപാറുന്ന രീതിയിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. നെഗറ്റീവ് നമ്മൾ പറയുകയാണെങ്കിൽ പാട്ടുകളൊന്നും അത്ര അങ്ങോട്ട് ഒരു മെച്ചപ്പെട്ട പാട്ടുകളായിട്ട് തോന്നിയില്ല. പലതും അയ്യോ എന്ന് തോന്നിപ്പോയ പാട്ടുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ മിന്നിച്ചിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഹീറോ വേണ്ട, നമ്മുടെ ഇന്ദ്രൻസ് തന്നെ മതി മാസ് കാണിക്കാൻ എന്നുള്ളത് പല രംഗങ്ങളിലും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ സിനിമയിൽ. അത് അവിടെയെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും അതുപോലെ തന്നെ ഡയലോഗ്സ് എടുത്ത് പറയേണ്ടതാണ്. മുരളിഗോപിയുടെ ഡയലോഗ്സ് എല്ലാം തന്നെ ഒരു അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന രീതിയിലാണ് ഇതിനു മുമ്പുള്ള സിനിമകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതും അച്ചടി ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു തിരുവനന്തപുരം സ്ലാങ്ങും കൂടി ചേർത്തിട്ട് അതിനകത്തൊരു മാസ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതുപോലെ പല ഡയലോഗുകളും ഒരല്പം തെറി കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. പിന്നീട് കുറെ ക്രൈം അതിനകത്ത് ഭീകരമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളുമായിട്ട് പോകുമ്പോൾ അവരെങ്ങനെ ഇത് ഉൾക്കൊള്ളണമെന്ന് ഒരു സംശയമായിട്ട് നമുക്ക് പറയാം. എന്നിരുന്നാൽ പോലും ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള പടമൊന്നല്ല ഇത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. നല്ല ഒരു സിനിമ, നല്ല ഒരു കൂട്ടത്തിന്റെ സിനിമ, നല്ലൊരു നാടിന്റെ കഥ പറയുന്ന സിനിമ, നല്ല കഥയുള്ള കഥ പറയുന്ന സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിനുള്ള മുതൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി എന്നുള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് അനന്തൻകാട്. മാസ് എലമെന്റ്സിന് കുറവൊന്നുമില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഈ ഹീറോസ് ഇപ്പൊ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ തന്നെ വന്നാലേ മാസ് കിട്ടത്തുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതിന് ഇന്ദ്രൻസ് തന്നെ ധാരാളം. അതുപോലെ തന്നെ മുരളി ഗോപിയും നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പാനി ശരത്തിന്റെ രംഗവും അദ്ദേഹം അല്പം കുറവാണ്. ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി പുള്ളിക്ക് നല്ല റോൾ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ എല്ലാ സീനുകളിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു നല്ല കഥാപാത്രമാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ആര്യയ്ക്കും അധികം ഡയലോഗ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരു തമിഴനായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമ മലയാളത്തിലും തമിഴിലുമായിട്ട് ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് തുടക്കം കേട്ടത്. എന്നാൽ ഈ സിനിമ അങ്ങനെയൊന്നും ഇറക്കേണ്ട കാര്യമില്ല. കാരണം പടത്തിന്റെ ഒരു 40% മലയാളവും 60% തമിഴുമാണ് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും തമിഴ് പുലികളുടെ കഥ കാണിക്കുമ്പോഴും അതുപോലെ തന്നെ തമിഴ്നാട് കാണിക്കുമ്പോഴും മലയാളികളും തമിഴന്മാരും തമ്മിലുള്ള സംഭാഷണം ഒക്കെ തന്നെ തമിഴിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഷയിൽ ഇറക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. തമിഴ് അറിയാത്ത മലയാളികൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ തന്നെ വിട്ടത്. ഇനിയിപ്പോ തമിഴിൽ ഇറങ്ങുമ്പോൾ മലയാളികളുടെ ഭാഷ കൂടി തമിഴിലേക്ക് മാറ്റി പറയുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തിനേലും സിനിമ ഈ പറഞ്ഞ കേരളത്തിലും തമിഴ്നാട്ടിലും ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ആര്യ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇവിടെ ആര്യയ്ക്ക് അത്ര വലിയ മാർക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇവിടെ നടന്നിട്ടുമില്ല. എന്തിനേലും വലിയ സ്കെയിലിലുള്ള വലിയ ബഡ്ജറ്റ് വന്നിട്ടുള്ള സിനിമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഗംഭീരമായിട്ടുണ്ട്. പാട്ടുകൾ ഒരല്പം ഇത് ആയി എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നി. ആക്ഷൻ രംഗങ്ങൾ തീ പാറിച്ചു എന്ന് തന്നെ പറയാം. അഭിനയം
ഓരോ നടന്മാരുടെയും ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ദ്രൻസിന്റെ കഥാപാത്രവും വിജയരാഘവന്റെ കഥാപാത്രവുമാണ്. രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുരളി ഗോപി എല്ലാ കാലത്തും ഒരേ അച്ചിൽ വാർത്ത രീതിയിലുള്ള ഫേസും അദ്ദേഹത്തിന്റെ ആ ഡയലോഗുമാണ്. അതിനകത്ത് ഒട്ടും മാറ്റം വരുത്തിയിട്ടില്ല. അദ്ദേഹം അങ്ങനെ തന്നെ അഭിനയിച്ചു വിട്ടിട്ടുണ്ട്. ബാക്കി അപ്പാനി ശരത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും അതിന് നിഖില വിമലിന്റെ ചെറിയ കഥാപാത്രമാണ്. എന്നിരുന്നാൽ പോലും അവരുടെ പ്രണയവും കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ഒരു ഹീറോ ഇല്ലാത്തത് കൊണ്ട് തുടക്കത്തിൽ സിനിമയിലേക്ക് ഒരു കണക്ഷൻ വരാനായിട്ട് ഒരു അല്പം സമയമെടുത്തു. കാരണം തുടക്കം കാണിക്കുന്നത് തമിഴ് പുലികളുടെ കഥയും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കഥ കാണിക്കുന്നു, പിന്നീട് കേരളത്തിലെ ഒരു ചേരിയുടെ കഥ കാണിക്കുന്നു. ഇങ്ങനെ 3-4 ഘട്ടമായിട്ട് തുടക്കത്തിൽ ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോയപ്പോൾ ഒരു കണക്ഷൻ വരുന്നില്ല. വളരെ വലിയ ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങും നല്ലൊരു സംവിധാനവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമയോടൊരു കണക്ഷൻ വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിലും ഒട്ടും സമയം വൈകാതെ തന്നെ ആ ഒരു കണക്ഷൻ നമ്മളിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇതുപോലെ ആ പശ്ചാത്തലം നമ്മളെ കാണിച്ചെടുക്കാൻ തന്നെ സിനിമ എടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ട് ഈ സിനിമയ്ക്ക്. കാരണം അത്ര വലിയ സ്കെയിലിലാണ് സിനിമ പറയുന്നത് എന്നുള്ളത് കൊണ്ട്. അതിനുശേഷം നമ്മൾ ആ കണക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഓരോ കഥാപാത്രങ്ങളുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് ഈ സ്ത്രീ കഥാപാത്രങ്ങളുമായിട്ട് വരുമ്പോഴാണ്. അവരുടെ ഓരോരുത്തരുടെയും ചെറിയ റോളുകളിൽ പോലും വന്നിരിക്കുന്നവർക്ക് പോലും ചെയ്യാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. ചെറിയ കുട്ടികളുടെ കാര്യമായാലും അവരെല്ലാം തന്നെ നമ്മളെ വന്നിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ മനസ്സിലൊന്ന് കുത്തി വലിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ ശ്രീലങ്കയിലെ ഇത് കാണിക്കുന്ന സമയത്ത് ആ തുടക്കത്തിൽ മാത്രമാണ് എങ്കിലും അത് സിനിമയുടെ മൊത്തത്തിൽ ആളുകളെ പിടിച്ചിരുത്താനായിട്ട് ആ ഒരൊറ്റ സീൻ തന്നെ ധാരാളമാണ് എന്ന് തന്നെ പറയാം. അത്ര ഭീകരമായിട്ട് തന്നെയാണ് ആ സംഭവം കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അതായത് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കുറച്ച് അങ്ങനത്തെ രംഗങ്ങൾ, കുറച്ച് വയലൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. ബാക്കി ആകെ മൊത്തം നല്ല ഒരു ടോട്ടൽ സിനിമ എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ ഹീറോ ഇല്ല എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ഹീറോയിൻ അവരുടെ പ്രണയം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. നമ്മളിപ്പോ ഒരു തമിഴ്നാട്ടിലെ തമിഴ് സിനിമകളൊക്കെ ആയിട്ട് പറയുമ്പോൾ മറ്റേ സുബ്രഹ്മണ്യപുരം എന്ന് പറയുന്ന സിനിമയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു രീതിയിൽ അത്ര ഭീകരമായിട്ടുള്ള വയലൻസിലേക്ക് പോകുന്നില്ല എന്നുള്ളൂ. അത് മാത്രമല്ല സുബ്രഹ്മണ്യപുരം ഒക്കെ ഒരു ചെറിയൊരു ഗ്രാമത്തിന്റെ കഥ പറയുമ്പോൾ ഇത് വലിയ വൈഡായിട്ട് ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. ഏകദേശം 80കളുടെ അവസാനവും 90കളുടെ ആരംഭത്തിലും നടക്കുന്ന ഒരു കഥയായിട്ടാണ് പറയുന്നത്. മുരളി ഗോപിയുടെ സ്ഥിരം സിനിമകളിൽ കാണുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയം ഇതിനകത്ത് കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ വിഷയമായി വരുന്നുണ്ട്. പിന്നെ അതൊരു പ്രത്യേക ഒരു പാർട്ടിക്ക് എതിരെയായിട്ടാണ് സംസാരിക്കുന്നത്, അതൊക്കെ. എന്നിരുന്നാൽ പോലും ഭീകരമായിട്ട് അങ്ങനെ ഒരു പാർട്ടി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു വ്യക്തി, ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു വ്യക്തിക്ക് എതിരെ മാത്രമായിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് തന്നെയാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നെ സംബന്ധിച്ച് ഒരു സംതൃപ്തി നൽകിയ ഒരു സിനിമയാണ്. ഗംഭീരമെന്ന് അവകാശപ്പെടുന്നില്ല, മോശമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ആവറേജിന് മുകളിൽ എന്ന് തന്നെ പറയാവുന്ന സിനിമ. നല്ല സിനിമ. നന്ദി, നമസ്കാരം.